ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. യോഹന്നാൻസ് എമ്മിയാണ്. അതിശയിപ്പിക്കുന്ന ഈ ഫ്ലോറൽ കാസിൽ വ്യത്യസ്ത നിറങ്ങളിലുള്ള പൂക്കൾ കൊണ്ടുണ്ടാക്കിയ ഫ്ലോറൽ സ്ട്രക്ചറുകൾ, 5 ലക്ഷം പൂക്കൾ കൊണ്ടുള്ള ഒരു എമിറേറ്റ്സ് വിമാനം, വളരെ മനോഹരമായ അംബ്രല ടണലും, ലോകത്തുള്ള ഏറ്റവും വലിയ പൂന്തോട്ടത്തിലേക്ക് സ്വാഗതം. ഇത് സീസൺ 2025 ദുബായ് മിറാക്കിൾ ഗാർഡൻ. ഇപ്പോഴത്തെ ടിക്കറ്റ് നിരക്കുകൾ മുതിർന്ന ആൾക്ക് 100 ദിറംസും 3 മുതൽ 12 വയസ്സുള്ള കുട്ടികൾക്ക് 85 ദിറംസുമാണ്. മിറാക്കിൾ ഗാർഡൻ ഓപ്പൺ ആയത് ഫെബ്രുവരി 14, 2013 45 മില്യൺ ഫ്ലവേഴ്സിൻ്റെ ഒരു കളക്ഷനാണ് ഈ ഗാർഡനിലുള്ളത്. 2013 ഗിന്നസ് ബുക്കിലെ ഇടം നേടിയ ലോകത്തുള്ള ഏറ്റവും വലിയ വെർട്ടിക്കൽ ഗാർഡനാണ് ദുബായിലുള്ള മിറാക്കിൾ ഗാർഡൻ. ടിക്കറ്റ്സ് നമുക്ക് ഓൺലൈനും പർച്ചേസ് ചെയ്യാം. മെട്രോയിലോ ബസ്സിലോ ടാക്സിയിലോ നമുക്ക് മിറാക്കിൾ ഗാർഡനിൽ എത്താം. മെട്രോ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ മോൾ ഓഫ് എമിറേറ്റ്സ് സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം ഒന്നല്ലെങ്കിൽ ബസ്സിലോ ടാക്സിയിലോ നമുക്ക് മിറാക്കിൾ ഗാർഡൻ്റെ തൊട്ടു മുന്നിൽ വന്നിറങ്ങാം. ഈ ഒരു ഗാർഡൻ ഇത്രയും ഭംഗിയിൽ ഇവിടെ നിൽക്കണമെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത്, നമ്മൾ പൂക്കൾ പറിക്കാൻ പാടില്ല. ഡ്രോൺസോ പ്രൊഫഷണൽ ക്യാമറാസോ ഈ ഗാർഡൻ്റെ അകത്ത് അലൗഡ് അല്ല. അതുപോലെ സൈക്കിൾ, പെറ്റ്സ്, ബോൾസ് ഇതൊന്നും ഈ ഗാർഡൻ്റെ അകത്ത് അലൗഡ് അല്ല. നമുക്ക് എന്തെങ്കിലും പേഴ്സണൽ ഫങ്ഷൻസ് ഇവിടെ നടത്തണമെങ്കിൽ അവിടുത്തെ അതോറിറ്റിയിൽ നിന്നും പെർമിഷൻ മേടിക്കണം. യോഹന്നാൻസ് എമ്മി എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് കാണാം. മിറാക്കിൾ ഗാർഡൻ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അവരുടെ വെബ്സൈറ്റിൽ ക്ലോസ് ചെയ്യുന്ന ഡേറ്റും ഓപ്പൺ ചെയ്യുന്ന ഡേറ്റും ശ്രദ്ധിച്ചിട്ട് വേണം അവിടെ ചെല്ലാനായിട്ട്. സീസൺ സമയത്ത് മാത്രമേ മിറാക്കിൾ ഗാർഡൻ ഓപ്പൺ ആവത്തുള്ളൂ. മിറാക്കിൾ ഗാർഡൻ്റെ മെയിൻ്റെനൻസ് നടക്കുന്ന വിസിറ്റേഴ്സ് ഒന്നും ഇല്ലാത്തൊരു സമയത്താണ്. നമ്മളിവിടെ വിസിറ്റ് ചെയ്യാൻ വരുമ്പം ഈ ചെടികളോ അല്ലെങ്കിൽ പൂക്കളോ നനയ്ക്കുന്നതോ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതോ നമുക്കൊന്നും കാണാൻ പറ്റില്ല. രാത്രി സമയങ്ങളിൽ അല്ലെങ്കിൽ വിസിറ്റേഴ്സ് ഒന്നും ഇല്ലാത്ത സമയത്താണ് അതെല്ലാം നടക്കുന്നത്.
നമ്മൾ കുറേ അങ്ങ് നടന്ന് ചെല്ലുമ്പോഴത്തേക്കും ഇതുപോലെ കുറേ സുവനറി ഷോപ്സ് കാണാം. ആ ഷോപ്സിൻ്റെ ഫ്രണ്ടിലാണെങ്കിലും മുകളിലാണെങ്കിലും വളരെ ഭംഗിയുള്ള പൂക്കൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമ്മൾ നടക്കുന്ന ആ ഒരു സ്ഥലത്ത് മാത്രമേ പൂക്കളോ ചെടികളോ ഇല്ലാത്തതുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും നല്ല ചെടികളും നല്ല പൂക്കളും അല്ലെങ്കിൽ പുല്ലുകളൊക്കെ പിടിപ്പിച്ച് വളരെ മനോഹരമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയിലുള്ള ഫ്ലോറൽ സ്ട്രക്ചേഴ്സ്, പീകോക്ക്, ടെഡി ബെയർ, പെൻക്വീന്, എലിഫൻറ്റ്, ഒരു ക്ലോക്ക്, ഫ്ലോറൽ കാസൽസ്, വളരെ മനോഹരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ എമിറേറ്റ്സിൻ്റെ എയർബസ് A380 വിമാനമാണിത്. 5 ലക്ഷം പൂക്കൾ കൊണ്ടാണ് ഈ വിമാനം നിർമ്മിച്ചിരിക്കുന്നത്. ലോകത്തുള്ള ഏറ്റവും വലിയ ഫ്ലവർ സ്ട്രക്ചറാണ് ഈ കാണുന്നത്. ഒരിക്കലും മറക്കാൻ പറ്റാത്തതും അതിശയിപ്പിക്കുന്ന ഇതുപോലെ ഒരുപാട് കാഴ്ചകൾ ഈ മിറാക്കിൾ ഗാർഡനിലുണ്ട്. ഈ ഒരു വ്യൂ പോയിന്റിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ മിറാക്കിൾ ഗാർഡൻ്റെ ഭംഗി ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പലതരത്തിലുള്ള പല ഷേപ്പിലുള്ള ഫ്ലോറൽ സ്ട്രക്ചേഴ്സ്. പിന്നെ ഞങ്ങൾ ചെന്നത് ഒരു ഈവനിങ് ടൈമൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഡേ ടൈം നൈറ്റ് ആകുമ്പോഴുള്ള ഒരു ഡിഫറൻസും ഞങ്ങൾക്ക് കാണാൻ പറ്റി. രാത്രിയിൽ ലൈറ്റ്സൊക്കെ വെച്ച് വളരെ ഭംഗിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ചെല്ലുന്നത് കുടകളൊക്കെ പിടിപ്പിച്ച നല്ലൊരു അംബ്രല്ല ടണലിലേക്കാണ്. അവിടെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 9 AM മുതൽ വൈകുന്നേരം 9 PM വരെയാണ്. ശനി ഞായർ ദിവസങ്ങളിൽ 9 AM മുതൽ
രാത്രി 11 PM വരെ ഉണ്ട്. വിൻ്റർ സീസൺ ആകുമ്പോഴാണ് കേട്ടോ ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ആപ്റ്റ് ടൈം. നമുക്ക് ക്രൗഡ് ഒഴിവാക്കണമെങ്കിൽ രാവിലെ സമയങ്ങളിൽ വരിക. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കുറച്ച് ക്രൗഡ് ഉണ്ടാകും. അങ്ങനെ ലോകത്തുള്ള ഏറ്റവും വലിയ പൂന്തോട്ടം കണ്ട സന്തോഷത്തിലായിരുന്നു ഞാനും യോഹന്നാനും. ഞങ്ങൾ കുറച്ച് നേരം കൂടെ അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് മെട്രോ വഴി വീട്ടിലേക്ക് എത്തി. ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.